നമ്മളെ വീട്. ഇത്ര ചെറിയ പൈസ ഇങ്ങനത്തെ വീടൊക്കെ കിട്ടും? അതല്ലേ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വാ ഞാൻ കാണിച്ചു തരാം. നീ കണ്ടില്ലേ, ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ലേഔട്ട് ആണ്. സംഭവം കൊള്ളാം. ക്ലോസ്ഡ് കിച്ചൺ ആണ്, ഫുള്ളി ഫിറ്റഡ്. ഇതൊക്കെ അതിൻ്റെ കൂടെ കിട്ടുമോ? ഇതൊക്കെ അതിന്റെ കൂടെ കിട്ടും. ഇതുപോലത്തെ 4 എൻസ്യൂഡ് ബെഡ്റൂം ആണ്. എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാല. അടിപൊളിയാ. ഇതിനൊക്കെ അടിപൊളിയായിട്ടുള്ള സാധനം. വാഷ്റൂം എങ്ങനെയുണ്ട്? പൊടിയല്ലേ? ചൂടുവെള്ളം വരും? ചൂടുവെള്ളം തണുത്തുള്ളൊക്കെ വരും. സംഭവമൊക്കെ കൊള്ളാം സിപിക്ക. പക്ഷെ എനിക്ക് ആ ചെറിയ പൈസക്ക് എങ്ങനെ ഇത് എടുക്കാന്ന് തന്നെ അറിയണ്ടേ? അതല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡൗൺ പേയ്മെന്റ് 10% കൊടുക്കണ്ടേ. അത് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അവസരമുണ്ട്. അതായത് ഫസ്റ്റ് ഒരു 5% കൊടുക്കുക, നാട്ടിലൊരു 36 ലക്ഷം രൂപ. പിന്നെ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത 36 ലക്ഷം രൂപയും കൂടി കൊടുക്കുക. പിന്നെ എനിക്ക് ക്വാർട്ടർലിയാണ് കൊടുക്കാനുള്ളത്. അതായത് മാസം വെറും 1% താഴെ വരുള്ളൂ. 0.68% എക്സാക്ട് പറയുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ പീരീഡ് ഉണ്ടല്ലോ, അതിൽ ഇനി 30% കൊടുക്കണുള്ളൂ. 3 വർഷം കൊണ്ട് ടോട്ടൽ ഇനി 30% കൊടുക്കുന്നുള്ളൂ. ബാക്കി 70% അല്ലേ, അത് നമുക്ക് മോർഗേജ് എടുക്കാം ഒരു 25 കൊല്ലത്തിന്. അപ്പൊ മന്ത്ലി 10,000 ദിർഹംസ് വരുന്നുള്ളൂ. വാടകന്റെ താഴെ വരുന്നുള്ളൂ. അപ്പൊ എങ്ങനെ സംഭവം എടുക്കല്ലേ? സംഭവം കൊള്ളാം. ഞാൻ എടുക്കാൻ ചെയ്യണ്ടേ? ഇന്റെ നമ്പർ എന്റെ കയ്യിലില്ലേ? എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി ഒക്കെ